ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരാ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഊടും പാവും നൽകുന്നതിൽ ഇസ്ലാമിക ചരിത്രത്തില് ശ്രദ്ധേയമായ രണ്ട് സംഭവങ്ങളുണ്ട്. അത് ഒന്ന് ഹിജ്റയും മറ്റൊന്ന് ബദർ യുദ്ധവുമാണ്. ഇസ്ലാമിന്റെ വളർച്ചയ്ക്കേറെ സഹായകമായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണത്. ഹിജ്റ തുടങ്ങുന്നത് അഖബ ഉടമ്പടിക്ക് ശേഷമാണ് ഹിജ്റ സജീവമാകുന്നത്. ഒന്നാം അഖബ ഉടമ്പടി കഴിഞ്ഞ് പിറ്റേ വർഷം രണ്ടാമത്തെ അഖബ ഉടമ്പടി, അഖബയിൽ വെച്ച് മദീനയിൽ നിന്ന് വന്നിരിക്കുന്ന സ്വഹാബിമാരുമായി മുസ്ലിങ്ങളുമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കരാറ്, അവരൊരു പ്രതിജ്ഞ ഉണ്ടാക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രണ്ടാമത്തെ അഖബ ഉടമ്പടി, അഖബ കരാറ് കഴിഞ്ഞതിന് ശേഷമാണ് ഹിജ്റ സജീവമാകുന്നത്. ഹിജ്റ കേവലം ഒരു പലായനമല്ല, കേവലം ഒരു യാത്രയല്ല, അതൊരു പറിച്ചു നടലായിരുന്നു. അതൊരു മഹാത്യാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവരുമായ എല്ലാത്തിനെയും വിട്ടേച്ചുകൊണ്ടുള്ള ഒരു യാത്ര, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയല്ലാതെ ആർക്കും അത് സാധ്യമല്ല. അതൊരു നാടുവിടലല്ല, ജോലി തേടിയോ കച്ചവട ആവശ്യാർത്ഥമോ ഉള്ള ഒരു യാത്രയുമല്ല. വിശ്വാസ സംരക്ഷണത്തിനുള്ള ഒരു പലായനമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. സത്യവിശ്വാസിയായി കൊണ്ട് ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദൈവപ്രീതി കരസ്ഥമാക്കി മരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ലഭിക്കുന്നിടത്തേക്ക്, അത് ലഭിക്കാത്ത സ്ഥലത്തു നിന്നുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ പലായനം ചെയ്യുന്നത്. മതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവര് സ്വദേശം വിട്ട് യാത്ര പോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരുന്നു അവർക്ക് പ്രതീക്ഷ. എല്ലാറ്റിലും വലുതായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കാണുന്നവർക്ക് ഈ മഹാത്യാഗത്തിന് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ അതിങ്ങനെയാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. ഇന്നല്ലദീന ആമനു, വിശ്വസിക്കുകയും ദൃഢമായ വിശ്വാസമുണ്ടാവുകയും, വല്ലദീന ഹാജറു, ഹിജ്റ പോവുകയും ചെയ്തവർ, വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗസമരങ്ങൾ അനുഷ്ഠിച്ചവരും, അവര് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. വല്ലാഹു ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 218-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുന്നതാണ്. 9-ാം അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു, ഫല്ലദീന ആജറു വഉഖ്രിജു മിൻ ദിയാരിഹിം, തങ്ങളുടെ സ്വന്തം നാട് വെടിയുകയും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തവർ, വഊദു ഫീ സബീലില്ലാഹ്, ഫീ സബീലി, തങ്ങളുടെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ, വഖാതലു വഖുതിലു ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തവർ. അതുകൊണ്ട് തന്നെ ലഉകഫിറന്ന
അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ അല്ലാഹു അവർക്ക് മായ്ച്ചു കൊടുക്കുന്നതാണ്. വല ഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം നാം അവർക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. സവാബം മിൻ ഇൻദില്ലാ, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്കുള്ള പ്രതിഫലം അത്രേ. വല്ലാഹു ഇൻദഹു ഹുസ്നു സവാബ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല, അവർക്ക് നല്ലതായിട്ടുള്ള പ്രതിഫലം നൽകുന്നവനാണ് അവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹിജ്റ ചെയ്ത ആളുകളെ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ പരാമർശങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. 3-ാം അധ്യായത്തിന്റെ 195-ാമത്തെ ആയത്തിൽ അള്ളാഹ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്താണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന ഒരു തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇതിന്റെ പ്രതിഫലത്തെ കുറിച്ച്, ഹിജ്റയുടെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുന്നതോടെ ആ മനുഷ്യന്റെ അതിന്റെ മുമ്പുള്ള എല്ലാ തിന്മകളും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞതിന്റെ കൂടെ ഹിജ്റ ചെയ്ത മനുഷ്യർ, ഹിജ്റ പോയിട്ടുള്ള അവരതിനു മുൻപുള്ള അവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ, അതിന്റെ മുമ്പുള്ള അവന്റെ തിന്മകൾ അള്ളാഹു അവന് മായ്ച്ചു കളഞ്ഞു കൊടുക്കുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. ഇസ്ലാമും ഹിജ്റയും ഹജ്ജും അവയ്ക്ക് മുമ്പുള്ള പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് നിനക്കറിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണത്. അപ്പൊ ഹിജ്റ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്ക് ഹിജ്റ ഒന്നുമില്ല. നമ്മുടെ ഹിജ്റ അവസാനിച്ചു. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിജ്റ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുമാണ്, പാഠം ഉൾക്കൊള്ളേണ്ടതുമാണ്. അതിൽ നിന്നുള്ള കുറെ സന്ദേശങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ചരിത്രം നമ്മൾക്കറിയാം. മക്കയിലെ 13 വർഷക്കാലത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്ത് മുസ്ലിങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങള്, പീഡനങ്ങള്, മർദ്ദനങ്ങള്, താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബിന്റെ മരണം അത് ഖുറൈശികൾക്ക് കുറച്ചുകൂടെ മർദ്ദിക്കാനുള്ള ഊർജം നൽകുകയാണ് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സംരക്ഷണമായിട്ട് ഉണ്ടായിരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നെ സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബിന്റെ ഒരു സംരക്ഷണയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അതേ വർഷം തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. ഈ വർഷത്തെ റസൂലുള്ള വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ൻ എന്ന ദുഃഖവർഷം എന്നാണ്. എന്നാൽ അത്രയും റസൂലിന് പ്രയാസമുണ്ടാക്കിയ, റസൂലിന്റെ ജീവിതത്തിലേറെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഏറെ സംരക്ഷണം ലഭിച്ചിരുന്ന 2 പേർ, അവർ 2 പേരുടെയും മരണം ഒരേ വർഷത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വർഷത്തിന് റസൂൽ പേരിട്ടതാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മരണവും അബൂ ത്വാലിബിന്റെ മരണവും. ഇത് ഈ അബൂ ത്വാലിബിന്റെ മരണം കഴിഞ്ഞപ്പോ ശത്രുക്കളായിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകള്, ഖുറൈശികളിൽപ്പെട്ടവരും ഒക്കെ തന്നെ കൂടുതൽ മുസ്ലിങ്ങൾ ആക്രമിക്കാനും പ്രയാസപ്പെടുത്താനും തുടങ്ങിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വരികയാണ് റസൂലിന്റെ അടുക്കൽ. റസൂലിനോട് ഹിജ്റ പോകാൻ പറഞ്ഞു. നേരത്തെ കുറെ ആളുകൾ അഖബ ഉടമ്പടിയുടെയും അതുപോലെ ഹുദൈബിയ സന്ധിയുടെയും ഒക്കെ സാഹചര്യത്തില് അവര് കുറെ ആളുകളെ ഹുദൈബിയയുടെ ആ സന്ധിയിലൊക്കെ കരാറിലൊക്കെ ഒപ്പുവെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കുറെ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അവിടേക്ക് കുറെ ആളുകൾ നേരത്തെ എത്തിച്ചേർന്നിരുന്നു. ഹിജ്റ അഖബയോടുകൂടി അതിനേക്കാൾ ആളുകൾ എത്തി. നമ്മൾ സാധാരണ ആളുകൾ മനസ്സിലാക്കിയത് മുഹറത്തിലാണ് ഹിജ്റ നടന്നത് എന്ന. മുഹറത്തിലല്ല റസൂലുള്ള ഹിജ്റ പോയത്. സ്വഹാബിമാരുടെ ഹിജ്റ അവർ അറിയാതെയും ഒക്കെ അവർ നടന്നു പോയിട്ടുള്ളത് തുടങ്ങുന്നത് മുഹറത്തിലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ തുടങ്ങുന്നത് സഫർ മാസത്തിന്റെ അവസാനത്തിലാണ്. 12 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം റബീഉൽ അവ്വലിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുന്നത്. മദീനയിലെ വാദി സാലിമിലെത്തി, ഖുബായിലെത്തി. വാദി സാലിമിൽ അവർ വെള്ളിയാഴ്ച ദിവസം അവിടെ ജുമ നമസ്കരിച്ചു. ഇസ്ലാമിൽ 1ാമത്തെ ജുമ നടന്ന സ്ഥലമാണ് വാദി സാലിം എന്ന് പറയുന്നത്. പിന്നെ ഖുബായിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പള്ളി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മദീനയിലെ മസ്ജിദുൻ നബവി ഉണ്ടാക്കുകയും ആ പള്ളി നബിയുടെ പള്ളിയായി അറിയപ്പെടുകയും ഇസ്ലാമിന്റെ അന്നത്തെ മുസ്ലിങ്ങളുടെ
കേന്ദ്രമായിക്കൊണ്ട്, അവരുടെ പ്രവർത്തന കേന്ദ്രമായിക്കൊണ്ട് മദീന പള്ളിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. മദീനത്തുർ റസൂൽ എന്നങ്ങനെയാണ് മദീന പട്ടണം, റസൂലിന്റെ പട്ടണം എന്ന് മദീനക്ക് പേര് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി ജിബ്രീല് വഹിയുമായി വന്നു ഹിജ്റ പോകാൻ വേണ്ടി. ഇനി താങ്കൾക്കും ഹിജ്റ പോകാം. താങ്കളുടെ സ്വഹാബിമാരെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. ഇങ്ങനെ വഹിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന അമാനത്തുകളെല്ലാം തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അതിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. തിരിച്ചേൽപ്പിച്ചു. അവിടെ തിരിച്ചേൽപ്പിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. രാത്രി തന്നെ ഒരുക്കങ്ങൾ നടത്തി അബൂബക്കറിനെ വിവരം അറിയിച്ചു. അബൂബക്കർ ഒട്ടകങ്ങളെ ഏർപ്പാടാക്കി തന്റെ മകനെയും മകളെയും കൂടെ കൂട്ടി. തന്റെ മകനെ വഴികാട്ടിയായിക്കൊണ്ട് തന്റെ മകനെ ഒപ്പം കൂട്ടി. മാത്രമല്ല, തങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി അസ്മാ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കി. തങ്ങൾ നടന്നു പോകുന്ന കാൽപ്പാടുകൾ, തങ്ങളുടെ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ അബ്ദുല്ലാഹിബ്നു ഉറൈക്ക അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു അരീക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവര് ഏർപ്പാടാക്കി. ഞങ്ങൾ ഇതിൽ നടന്നുപോയ ആ കാൽപ്പാടുകൾ മായ്ച്ചു കളയണം, ശത്രുക്കൾക്ക് ഞങ്ങളെ പിന്തുടർന്ന് വരാൻ സാധിക്കരുത് എന്ന്. നേരം വെളുത്തപ്പം ഇതറിഞ്ഞു. അവര് യാത്ര തുടങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ശത്രുക്കൾ അറിഞ്ഞു മുസ്ലിം നബിയും അബൂബക്കറും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവര് ഇനാം പ്രഖ്യാപിച്ചു. അങ്ങനെ അവര് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ഈ സന്ദർഭത്തില് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിലുണ്ട്. സൗർ ഗുഹയിൽ അവര് പിന്നെ ഒളിച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലൂടെ ഇങ്ങനെ അവര് നടന്നു പോകുന്നുണ്ട്. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിയോടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് ആശങ്കയോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തില് പിന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോ അവിടുന്ന് റസൂലിന് ആയത്തിറങ്ങി, ആയത്ത് ഓതി കൊടുത്തു. എന്താ ആയത്ത്? 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്ത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനി ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ഒരാളുടെയും സഹായമില്ലാതിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാത്രം സഹായം ലഭിച്ച സന്ദർഭം. ഇത് അഖ്റജഹു അല്ലദീന കഫറു, ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ട് പിന്തുടർന്നു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ സാനി ഇസ്നൈൻ, അവളിൽ രണ്ടിൽ ഒരാള് അവർ രണ്ടുപേരും ഇത് ഹുമാ ഫിൽ ഗാർ, അവർ ആ ഗുഹയിലായിരുന്നു. ഇത് യഖൂലു ലി സാഹിബിഹി, ആ സന്ദർഭത്തിൽ തന്റെ സുഹൃത്തിനോട് മറ്റേ പറയുകയാണ്, ലാ തഹ്സൻ, നീ വിഷമിക്കേണ്ട, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന് അവർക്ക് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അവർക്ക് അല്ലാഹുവിന്റെ സമാധാനം വർഷിപ്പിച്ചു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, അവർ കാണാത്ത തരത്തിലുള്ള സൈന്യങ്ങളെ അവർക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്യപ്പെടുകയും ചെയ്യൂ. എന്തിനു വേണ്ടി അറിയോ? ജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, അവിശ്വാസത്തിന്റെ വാക്കുകൾ, അവിശ്വാസികളുടെ കലിമത്ത് അത് താഴ്ന്നു പോകുന്നതിനും അള്ളാഹുവിന്റെ വചനമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉയർന്നു നിൽക്കുന്നതിനും വേണ്ടിയിട്ട് അള്ളാഹു അവരെ സഹായിച്ചു. വല്ലാഹു ഗഫൂർ, അള്ളാഹു അസീസുൻ ഹകീം, അള്ളാഹു പ്രതാപവാനാണ്, അഗാധജ്ഞനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായത്തിന്റെ 40-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തില് നമ്മൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ വേണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുക. ഇതൊരു ഒരു നിർണായകമായ സന്ദർഭമാണ് ഹിജ്റ. ആ ഹിജ്റയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി നേരത്തെ ഒരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരെ ഓരോരുത്തരെ ആയിക്കൊണ്ട് മദീനയിലേക്ക് അയക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ഒരുക്കങ്ങൾ ഇതുപോലെയാണ്. അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് റസൂലുള്ളാഹി വഴികാട്ടിയായി സ്വീകരിച്ചത്. അയാൾ മുസ്ലിം അല്ല. അബ്ദുല്ലാഹി ഇബ്നു അരീഖ എന്ന് പറയുന്ന ആ മനുഷ്യൻ മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ നിർണായകമായ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സഹായിയായി സ്വീകരിക്കുന്നു.
നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ, ഇന്ന് സമൂഹത്തിൽ ഛിദ്രതകളും ഭിന്നതകളും ഭിന്നിപ്പുകളും വർഗീയതകളും ഒക്കെ ഉണ്ടാക്കാൻ ആളുകൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇവിടെ റസൂലുള്ള നിർണായകമായ ഒരു സാഹചര്യത്തിൽ ഒരു ജൂതനായ വ്യക്തിയെയാണ് സഹായത്തിനായി സ്വീകരിച്ചത്. അത് വിശ്വാസമാണ്, പരസ്പരമുള്ള സാഹോദര്യമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവക്കുൽ, റസൂലിന്റെ അള്ളാഹുവിലെ അർപ്പണബോധം, ആ അർപ്പണബോധത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഹിജ്റയുടെ സംഭവങ്ങള്. പിന്നെ സുറാഖത്ത് ഇബ്നു മാലിക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് പിടിക്കാൻ വരുന്നുണ്ട്. കുറെ തവണ അദ്ദേഹം അടുത്തെത്തി പിടിക്കാനാകുമ്പോ അള്ളാഹുവിന്റെ സഹായം പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും ലഭിക്കുകയും സുറാഖത്തിന്റെ കുതിരയുടെ കാലുകൾ മണ്ണിൽ ആഴ്ന്നു പോവുകയും ചെയ്യുന്നു. അത് അവിടെ വീഴുന്നു. അവർ വീണ്ടും യാത്ര പോകുന്നു. ഇവിടുന്ന് കാല് വലിച്ചെടുത്ത് വീണ്ടും അദ്ദേഹം യാത്ര അവരെ പിന്നാലെ കൂടുമ്പോ ഇതിന്റെ അടുക്കലെത്തുന്നു. വീണ്ടും ഇത് പിടിക്കാനാകുമ്പോ ഇതുപോലെ സംഭവിക്കുന്നു. ഇത് ചരിത്രത്തിലുള്ളതാ. എന്ന് പറഞ്ഞാൽ അവിടെ സുറാഖത്തിന് മനസ്സിലാകാണ് ഇവരെ പിടിക്കാൻ സാധ്യമല്ല, ഇവർക്ക് അദൃശ്യമായിട്ട് ഒരു ശക്തിയുടെ സഹായമുണ്ട്. അതാണ് ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുമുല്ലാഹ്. അവർ രണ്ടുപേരും ആരുടെയും സഹായമില്ലാതിരുന്ന സന്ദർഭത്തിൽ നാം അവരെ സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആ സഹായം കിട്ടണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഈമാനിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് അത് കിട്ടിയത്. അവരെ ഈമാൻ അത്രയും ഫലമുള്ളതായിരുന്നു, കരുത്തുള്ളതായിരുന്നു. നമ്മുടെയും ഈമാനിന് കരുത്തുണ്ടെങ്കിൽ പടച്ചോന്റെ സഹായം കിട്ടും. ഈമാനിന്റെ കരുത്ത് നഷ്ടപ്പെടുമ്പോ അപ്പൊ നമ്മളെ മറ്റു പലരിലേക്കും പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ സഹായം നഷ്ടപ്പെടും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു കൂടെയുണ്ട്, ഇന്നല്ലാഹ മഅനാ, അള്ളാന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഖാല ഹദ്ദസനി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാല കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാർ. ഞങ്ങൾ രണ്ടുപേരും ആ സൗർ ഗുഹയിലായിരുന്ന സന്ദർഭത്തിൽ ഫറഅയ്തു അസാറൽ മുശ്രികീന, മുശ്രിക്കുകൾ നടന്നു പോകുന്ന ആ കാൽപാദങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ആ സന്ദർഭത്തിൽ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല്, ലൗ അന്ന അഹദഹും റഫഅ ഖദമൈഹി റആന, അവരെങ്ങാനും അവിടെ കാൽപാദത്തിലേക്ക് നോക്കിയാൽ, താഴോട്ട് നോക്കിയാൽ, റആന, നമ്മളെ കാണുമല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, മാ വന്നുക ബിഇസ്നൈൻ, നിന്റെ വിചാരം എന്താ, നമ്മൾ രണ്ടാളെ ഉള്ളൂ എന്നാണോ? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി നമ്മോട് കൂടെ അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കും എന്നാണ്. അപ്പം അള്ളാഹിന്റെ സഹായം ലഭിക്കാൻ ഈ വിശ്വാസപരമായിട്ട് അതിന്റെ സംരക്ഷണമാണ് അവർക്ക് കാരണമായത്. അവർ വിശ്വാസികളായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, അല്ലേ, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൗന, നിങ്ങൾ തന്നെയായിരിക്കും ഉന്നതരായിട്ടുള്ള ആളുകൾ. ഇൻ കുൻതും മുഅ്മിനീൻ, അതാ കണ്ടീഷൻ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ പേടിക്കുകയോ നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല, നിങ്ങളായിരിക്കും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. അപ്പൊ ഈ രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവരുടെ മദീന യാത്രയും ഒക്കെ ഉണ്ടായിരുന്നു. 12 ദിവസത്തെ യാത്രക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നത്. അങ്ങനെ അതിനിടയിൽ സ്വഹാബത്ത് പലരും മദീനയിലെത്തി. പരസ്യമായിട്ട് ഞങ്ങൾ ഹിജ്റ പോകുകയാണ്, അല്ലെങ്കിൽ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ പരസ്യമായി പറഞ്ഞുകൊണ്ട് ഹിജ്റ പോയത് രണ്ടാളാ. ഒരാൾ ധൈര്യമായി പറഞ്ഞു, അത് ഉമർ റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി, സ്വഹാബിമാരെല്ലാവരും പോയതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അവരെല്ലാവരും പോയി അവിടെ എത്തി ഏകദേശം എന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം തന്റെ കുതിരപ്പുറത്തേറിയിട്ട് മക്കയിലെ കഅബാലയത്തിന് അടുത്ത് തണലിത്തിരിക്കുന്ന മക്കയിലെ ഖുറൈശി പ്രമാണിമാരുടെ അടുക്കൽ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ റസൂലും എന്റെ സുഹൃത്ത് അബൂബക്കറും സ്വഹാബിമാരെല്ലാവരും നിങ്ങളെ പേടിച്ച് പാത്തും പതുങ്ങിയും ഹിജ്റ പോയിട്ടുണ്ട്. ഉമറിന് അങ്ങനെ പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഉമർ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ എന്ന് കരുതി വന്നതാണ്. ഉമർ ഹിജ്റ പോവുകയാണ്. പിതാവിന് മക്കൾ നഷ്ടപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടാം എന്ന് ആഗ്രഹമില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉമറിനെ തടഞ്ഞുകൊള്ളുക. ഉമർ പോവുകയാണ്. കുറച്ചു സമയം ഉമർ റളിയല്ലാഹു അൻഹു നിന്നു, ആരും തടയാൻ വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയി. പരസ്യമായി ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റ പോണെന്ന്. പിന്നെ ഒന്നറിയോ, റോമക്കാരനായ സുഹൈബ്,
അദ്ദേഹം റോമിൽ നിന്ന് വന്ന് മക്കയിലെത്തി റസൂലിന്റെ അടുക്കല് കച്ചവടാവശ്യത്തെ വന്ന മനുഷ്യനാ. പക്ഷേ അദ്ദേഹം റസൂലിന്റെ ജീവിതവും മുസ്ലിങ്ങളെയും കണ്ടിട്ട് അദ്ദേഹം ഇസ്ലാം പഠിച്ചു. അദ്ദേഹം മുസ്ലിമായി റസൂലിന്റെ അടുക്കൽ വന്നിട്ട് കച്ചവടം ചെയ്തു. അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കി. ഇവരെല്ലാവരും ഹിജ്റ പോയ സമയത്ത് ശുഐബ് റളിയല്ലാഹു അൻഹു നാട്ടിലില്ലായിരുന്നു. വന്നപ്പോഴാണ് അറിയുന്നത് എല്ലാവരും ഹിജ്റ പോയിട്ടുണ്ട്, എന്നാ ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പൈസയും അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ ഒരു ഭാണ്ഡക്കെട്ടാക്കി പോകുമ്പോ ഖുറൈശി പ്രമാണിമാർ തടഞ്ഞപ്പോ അവര് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവര് പറഞ്ഞു ഞാൻ ഹിജ്റ പോവാണ്, എന്റെ റസൂല് പോയിട്ടുണ്ട്. അത് ശരി, നീ പൊയ്ക്കോ, പക്ഷേ നീ മക്കയിൽ വന്നതിന് ശേഷമാണ് ഈ സമ്പത്തെല്ലാം തന്നെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല, അതിന് ധൈര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോ. അവരെഴുതിയത് ഈ പൈസയൊന്നും പിടിച്ചിവിടെ നിൽക്കുന്നതാണ്. അദ്ദേഹം ഇതെല്ലാം അവർക്ക് കൊടുത്തു. ഉടുത്ത വസ്ത്രവുമായി കൊണ്ട് സുഹൈബ്, റോമക്കാരനായ സുഹൈബ് ഹിജ്റ പോകുന്നത് എല്ലാം അവർക്ക് നൽകി. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം പിന്നെ ഹിജ്റ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ റസൂലുള്ള മക്കയിലെത്തിയിരിക്കുന്ന മദീനയിലെത്തിയിരിക്കുന്ന സ്വഹാബിമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞൊരു പിന്നെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളെയും ഒന്നാമത്തെ ഹദീസ് അതാണ്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളെയും ഒന്നാമത്തെ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണെന്നറിയോ? അൻ അമീറുൽ മുഅ്മിനീൻ അബീ ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക നിങ്ങളുടെ നിയ്യത്തിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരെങ്കിലും അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഒക്കെ പ്രതിഫലവും അവരുടെ പ്രേരണ അവരുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹിജ്റ വന്നതെങ്കിൽ അവർക്ക് അതിന്റെ ഹിജ്റയുടെ പുണ്യമുണ്ട്. ഫമൻ കാനത് ഹിജ്റതുഹു ലിദ്ദുനിയ ലിയുസീബഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാദറ ഇലൈഹി, ഒരാൾ വന്നത് ഇവിടെ വന്ന് കച്ചവടം ചെയ്യാം, ഇവിടെ വിവാഹം കഴിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൂടാം എന്ന് വിചാരിച്ചുകൊണ്ട് നിയ്യത്തുമായിട്ട് വന്നവരാണെങ്കിൽ അവർക്കതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആരെങ്കിലും പോകുന്നതെങ്കിൽ അവർക്കതുണ്ട്. ആരുടെയും മനസ്സിൽ ദുനിയാവിന്റെ ചിന്ത വരാതിരിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്. നീയത്തിനനുസരിച്ച് നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. നമ്മളെ നീയത്തിനനുസരിച്ച് നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും കൂലിട്ടുള്ളൂ, നീയത്തില്ലാത്ത കൂലിട്ടൂല. അപ്പൊ നീയത്തനുസരിച്ചായിരിക്കണം. നമ്മൾ ആളുകളെ സഹായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ നീയത്ത് എന്താണ്? ആ മനുഷ്യന്റെ ഒരു പ്രയാസം നീക്കോട്ടെ, എനിക്ക് പഠിച്ചവർക്ക് കൂലിയും കിട്ടട്ടെ എന്ന നീയത്താണെങ്കിൽ കൂലിട്ടും. അതല്ല ആൾക്കാർ കാണട്ടെ ഞാൻ എന്താണ് അത്യാവശ്യം നൽകുന്നവനാണ്, ദാനധർമ്മം ചെയ്യുന്നവനാണ്, ധർമ്മിഷ്ഠനാണ് എന്ന് കരുതിയാണെങ്കിലോ അതിട്ടും, പഠിച്ചവർക്ക് കൂലിട്ടൂല. അപ്പൊ നീയത്ത് എന്താണ്? നമ്മൾ ചെയ്യുന്ന നീയത്തിന് പ്രവർത്തനങ്ങൾക്ക് നീയത്ത് അനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങളിലെ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളെയും ഒന്നാമത്തെ ഹദീസ് ഇതാകാൻ കാരണം. അത് തുടങ്ങുക അങ്ങനെയാ. അപ്പം ഈ ഒരു ഹിജ്റയുമായിട്ട് പിന്നീട് ഈ ഹിജ്റയാണ് പിന്നീട് നമ്മൾ കാലഗണനക്ക് നമ്മൾ വർഷം കണക്കൂട്ടുണ്ട്. ഹിജ്റ വർഷം തുടങ്ങി, ഹിജ്റ വർഷത്തിന്റെ ആദ്യത്തെ സമയത്താണ് നമ്മൾ. അപ്പൊ ഹിജ്റ വർഷം കണക്ക് കൂട്ടാൻ പിന്നീട് കാലഗണനക്ക് ഹിജ്റയാണ് നിദാനമായിട്ടുള്ളത്. അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഈ ഒരു കാലഗണന ഇങ്ങനെ ഹിജ്റ വരുന്നത്. അതിന് മുമ്പ് അവര് ആനക്കലഹ വർഷമായിരുന്നു അവര് ചെയ്തിരുന്നത്. ആനക്കലഹ വർഷം നമുക്കറിയാം, റസൂലിന്റെ കാലത്ത് കഅബാലയം പൊളിക്കാൻ വന്ന ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്ത് ഫീല് ആയത്തൊക്കെ ആ സൂറത്ത് ഇറങ്ങിയത് അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ വായിച്ചതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആനക്കലഹം മുതൽ ഇത്ര കൊല്ലം, ആനക്കലഹം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലായി, ഇത്ര കൊല്ലം ഇങ്ങനെ പറയാറായിരുന്നു. അപ്പൊ ഇത് ഹിജ്റ ആക്കാം എന്ന് പിന്നീട് വരുന്ന എങ്ങനെ വെച്ചാല് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രാജ്യം വിസ്തൃതമായി. പല ഭാഗങ്ങളിലേക്കും ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഗവർണർമാരെ നിശ്ചയിച്ചു. അവർക്ക് പല സന്ദർഭങ്ങളിൽ കത്തുകളും കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു കൊടുക്കും. അത് അവിടെ എത്തിയിട്ട് അത് പിന്നെ ചെയ്യുന്ന സന്ദർഭത്തില് അവര് എന്ത് ചെയ്യും? ഇത് ആദ്യം ഏത് കാര്യ ചെയ്യേണ്ടത്, ഇതിലൊരു ഡേറ്റും കാര്യമൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒന്നായിട്ടുള്ള ഒരു സംഗതി വല്ല പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഈ ഗവർണർമാരെല്ലാവരും തന്നെ ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് പ്രമുഖരായ സഹാബിമാരും അവരുടെ ആളുകളും കൂടിയിട്ട് പിന്നെ ശൂറ കൂടി. അങ്ങനെ അവസാന ചർച്ചയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ വന്നു. നമുക്ക് ആനക്കലഹ എന്നുള്ളത് ഇനി അത് ഒഴിവാക്കി നമുക്ക് നബിയുടെ ജനനമാക്കാം എന്ന് പറഞ്ഞ ചില ആളുകൾ.
അപ്പൊ അതിന് ആളുകൾ എതിർത്തു. കാരണം ജനനവും മരണമൊന്നും അതിന്റെ കാര്യത്തിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ല, മരണം കൃത്യമായി രേഖപ്പെടുത്തി, മറ്റത് സംശയാസ്പദമാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവസാനമാണ് അവര് അലി റളിയല്ലാഹു അൻഹു ആണ് പിന്നെ നമുക്ക് ഹിജ്റയാക്കിയാലോ എന്ന് പറഞ്ഞു. അതൊരു ഏകദേശം അടുത്തുള്ള സംഭവമാണ്, മാത്രമല്ല നമ്മൾക്ക് അതാക്കാം എന്ന് ആ ഒരു ഐക്യ കണ്ടേന അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഹിജ്റ വർഷം, ഹിജ്റ കലണ്ടർ വരുന്നത്, കാലഗണനക്ക് കലണ്ടർ നിശ്ചയിക്കുന്നത് ഹിജ്റ വർഷമായിട്ട് വരുന്നത്. മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ നേരത്തെ ഉണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാഅശറ ശഹ്റൻ യൗമ ഖലഖ സമാവാതി വൽ അർളി ഫീന്ന അർബഅത്തുൻ ഹുറും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിച്ച അന്ന് തന്നെ 12 മാസങ്ങളുണ്ട്. അവയിൽ 4 പവിത്രമാണ്. മുഹറം, റജബ്, ദുൽഖാദ്, ദുൽഹിജ്ജ, ഈ 4 മാസങ്ങൾ പവിത്രമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് പിന്നെ കാലഗണന ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ 1-ാമത്തെ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അപ്പൊ ചാന്ദ്രവർഷത്തിലെ 1-ാമത്തെ മാസം പുതുവർഷത്തിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. കൂടുതൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം, ചിന്തിക്കണം. ഈ കാര്യവുമായിട്ട് നമ്മൾ പിന്നെ ഖുർആന് എങ്ങനെ, വിശുദ്ധ ഖുർആന്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉറപ്പിച്ചു നിർത്താൻ കൂടെ നമ്മൾക്ക് ഇത്തരം ചരിത്രങ്ങള് നമ്മൾക്ക് പിന്നെ ബോധ്യപ്പെട്ടാൽ സാധിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അന്ന് ഹിജ്റ പോയി. ആ ഹിജ്റ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അത് ചരിത്ര സംഭവമായി മാറി. ഇനി നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ ഹിജ്റ എന്നാണ്. ഹിജ്റത്ത് ബാദൽ ഫത്ഹ് എന്ന് പറഞ്ഞു. ബക്കം ഫതഹിന് ശേഷം നിങ്ങൾക്ക് അതുപോലൊരു ഹിജ്റല്ല. പക്ഷെ ഒരു ഹിജ്റയെ കുറിച്ച് റസൂലുള്ള നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം ഒരു ഹിജ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹിജ്റ ഏത് സമയത്തും മനുഷ്യന് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഹിജ്റ. സുലൈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരാണ് മുഅ്മിന്, ആരാണ് മുസ്ലിം, ആരാണ് മുഹാജിർ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചൊരു ഹദീസ് ഉണ്ട്, അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറയുന്നവൻ, അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം, അൽ മുസ്ലിമു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നവൻ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തന്റെ നാവിൽ നിന്നും തന്റെ കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം. നമ്മൾ നാവ് കൊണ്ടോ നമ്മളെ കൈ കൊണ്ടോ മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാതിരിക്കുക എന്നത് മുസ്ലിം ആകുന്നതിന്റെ ലക്ഷണമാണ്. വൽ മുഹാജിറു, മുഹാജിർ എന്ന് പറയുന്നവൻ, ഹിജ്റ പോയവൻ എന്നത് യഥാർത്ഥത്തിലുള്ള ഹിജ്റ എന്താണെന്നറിയോ? മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിരോധിച്ചവയിൽ നിന്ന് ഹിജ്റ പോയവൻ, അല്ലാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അതിൽ നിന്ന് ഹിജ്റ പോകുന്നു. ഹജറ എന്ന് പറഞ്ഞാൽ വെടിയുക, ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ തിന്മകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുന്നവനാണ് മുഹാജിർ. റസൂലിന്റെ കാലത്ത് മുഹാജിർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആളുകളാണ്. നമ്മളോട് പറഞ്ഞ മുഹാജിറാരാകാൻ പറഞ്ഞേ, നമ്മൾ തിന്മകളിൽ നിന്ന് നന്മയിലേക്കുള്ള ഹിജ്റയാണ് വേണ്ടത്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഹിജ്റ അത് നടത്താൻ സാധിക്കുന്നവനാണ് മുഹാജിർ. അങ്ങനെ മുഹാജിറാകാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ആ രീതിയിൽ നന്മയിലൂടെ മുന്നോട്ട് പോവുക, തിന്മകളിൽ നിന്ന് ഹിജ്റ പോവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.